കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിവാസും തങ്കവും കൂടി ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ ആ കൊലയാളികൾ അവരുടെ കണ്ണിൽ പെടാതെ സിത്താരയുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ അവർ സിത്താരയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് കത്തിയെടുത്ത് സിത്താരയുടെ വയറ്റിലേക്ക് കുത്തിയിറക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. പെട്ടെന്ന് കണ്ണു തുറന്ന അവരെ കാണുന്നതും സിത്താര ആകെ ഭയന്നു പോകുവാണ്. അങ്ങനെ അയാളുടെ കൈ പിടിച്ച് തടഞ്ഞ് ഒച്ച വെക്കുവാണ്, ഡോക്ടർ ഓടി വരണേ, എന്നെ കൊല്ലാൻ നോക്കുന്നേ എന്നും പറഞ്ഞ് ആകെ ബഹളം വെക്കുവാണ് സിത്താര. ഈ സമയം സിത്താരയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഡോക്ടേഴ്സും സ്റ്റാഫുകളും എല്ലാം അങ്ങോട്ടേക്ക് ഓടി വരുവാണ് കേട്ടോ. അന്നേരം അയാൾ അവിടെ നിന്ന് ഓടിക്കളയുന്നുണ്ട്. ഈ സമയം ഡോക്ടറും നഴ്സുമാരൊക്കെ അങ്ങോട്ടെത്തി സിത്താരയുടെ കാര്യം തിരക്കുവാണ്. അന്നേരം സിത്താര ആകെ ഭയന്ന് പരിഭ്രമത്തോട് പറയണേ, ഡോക്ടർ എന്നൊരാളിപ്പോൾ കൊല്ലാൻ വന്നു, കത്തിവെച്ച് അയാൾ എന്നെ കുത്തി കൊല്ലാൻ നോക്കി. അയാളത് ഇപ്പോൾ ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ, എനിക്ക് പേടിയാവുന്നു ഡോക്ടർ, അയാൾ ഇനിയും വരും. ഈ സമയം ഡോക്ടർ പറയണേ, സിത്താര പേടിക്കാതിരിക്കൂ, ചിലപ്പോൾ സിത്താരക്ക് തോന്നിയതാവും. ഇല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞത് സത്യമോ, അയാളെ എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊല്ലാനാണ് വന്നത്. ഇപ്പോൾ കുറച്ചു മുമ്പ് കയറി വന്നില്ലേ ഒരാൾ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ്, അയാളും അയാളുടെ കാമുകി ശാന്തിയും കൂടി ചേർന്ന എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കുന്നത്. എനിക്ക് പേടിയാവുന്നു ഡോക്ടർ, എൻ്റെ കുഞ്ഞിനെ അവർ കൊന്നുകളയും. ഈ സമയം ഡോക്ടർ പറയണേ, സിത്താര അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കാം. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ കൊല്ലാനായിട്ട് ആർക്കും സാധിക്കില്ല. ഈ സമയത്ത് തന്നെ പെട്ടെന്ന് സിത്താരക്ക് വല്ലാത്തൊരു പെയിൻ തോന്നുവാണ്. അന്നേരം ഡോക്ടറെ പരിശോധിച്ചിട്ട് പറയണേ, ലേബർ പെയിനാ, എത്രയും പെട്ടെന്ന് തന്നെ റൂമിലേക്ക് മാറ്റും. ഈ സമയം പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ശ്രീനിവാസനും തങ്കമാണെങ്കിൽ അകത്തുനിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുവാണ്. അത് കേൾക്കുന്നതും രണ്ടുപേർക്ക് സന്തോഷമാകുവാണ് കേട്ടോ. അങ്ങനെ സിത്താര പ്രസവിച്ചെന്ന് അവർക്ക് മനസ്സിലാകുവാണ്. ഇതേസമയം ഡോക്ടേഴ്സാണെങ്കിൽ ഒരു കുഞ്ഞിനെ മാത്രം സിത്താരയുടെ അരികി കിടത്തുവാണ്. ഈ സമയം സിത്താര നല്ല മയക്കത്തിലായിരിക്കും. അന്നേരം ഡോക്ടർ പറയണേ, സിത്താരക്ക് ഇരട്ടക്കുട്ടികളാണ്, ഒരു കുഞ്ഞിന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, അത് കാരണം കുറച്ച് നേരം കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ആ ഗുണ്ടകൾ വീണ്ടും അങ്ങോട്ടേക്ക് കയറി വന്ന് കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അത് തടയാൻ വന്ന ഡോക്ടേഴ്സിനെയൊക്കെ കത്തി കാണിച്ചവർ ഭയപ്പെടുത്തുവാണ്. ഈ സമയം അകത്തുനിന്ന് ഭയങ്കര ബഹളമൊക്കെ കേട്ടിട്ട് ശ്രീനിവാസും തങ്കമൊക്കെ ഓടി അകത്തേക്ക് ചെല്ലുവാണ്. അന്നേരം ആ കൊലപാതകൾ കുട്ടിയും കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. ഈ സമയം ശ്രീനിവാസം അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണേ, എന്താ പറ്റിയത് ഡോക്ടർ? അന്നേരം ഡോക്ടർ ടെൻഷനിൽ പറയണേ, അത് സിത്താര പ്രസവിച്ച ആ കുഞ്ഞിനെ 2-3 ഗുണ്ടകൾ വന്ന് കത്തിയൊക്കെ കാണിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി. അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈശ്വര, എൻ്റെ കുഞ്ഞ്, ഞാനിപ്പോൾ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ ശ്രീനിവാസും അവിടെ നിന്നും ഓടിപ്പോകുവാണ്. പിന്നാലെ തങ്കവും ചെല്ലുന്നുണ്ട്. ശ്രീനിവാസ് അങ്ങോട്ടേക്ക് ഓടിയിറങ്ങുമ്പോൾ കാണുന്നത് കുഞ്ഞിനെ കൊണ്ട് അവരൊരു കാറിൽ കയറി പോകുന്നതാണ്. പിന്നാലെ തന്നെ ശ്രീനിവാസും അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരുന്ന ആ ഗുണ്ടകളെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരാളുണ്ട് ഫോണിലൂടെ, അയാളെ വിളിക്കുന്നുണ്ട്. അന്നേരം ആ ഗുണ്ട പറയണേ, സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആ കുഞ്ഞിനെ കൈക്കലാക്കിയിട്ടുണ്ട്, ഞങ്ങളെ കുഞ്ഞിനെയും കൊണ്ട് സാറ് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ ശ്രീനിവാസും പിന്നാലെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ശ്രീനിവാസിൻ്റെ കുഞ്ഞിനെ ജീവനോട് കിട്ടാൻ പാടില്ല, ആ കുഞ്ഞിനെ എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. ശരി സാർ, അത് ഞങ്ങൾ ഏറ്റു. അങ്ങനെ പറഞ്ഞ് വീണ്ടും വണ്ടി മുമ്പോട്ട് പോകുവാണ്. ഈ സമയത്ത് ശ്രീനിവാസും പുറകെ കത്തിച്ചു വിടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും തങ്കം അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് കാണുന്നത്. അല്ല ശാന്തി, നീ എന്തിനാ ഇതിൽ കയറിയത്? കുഞ്ഞിനെ രക്ഷിക്കണ്ടേ? ഞാനും കൂടി വരാം, എനിക്കൊരു സമാധാനമില്ല. നീ കൂടി വരുന്നത് അപകടമാണ്, സാരമില്ല. ഇതേസമയം ആ കൊലയാളികളുടെ വണ്ടി അവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് 3 പേരും കൂടി കാറിൽ നിന്ന് പുറത്തിറങ്ങി കുഞ്ഞിനെ അവിടെ വെച്ച് തന്നെ ഒരു പുഴയിലേക്കോ മറ്റോ എറിഞ്ഞ് കൊല്ലാൻ വേണ്ടി നിൽക്കുവാണ്. ഈ സമയത്ത് ശ്രീനിവാസും വേഗം തന്നെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ബലമായിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അവരാണെങ്കിൽ പരസ്പരം കുഞ്ഞിനെ എറിഞ്ഞ് കൈമാറി കളിക്കുവാണ്. അങ്ങനെ ആ ഗുണ്ടകളും ശ്രീനിവാസും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം കണ്ട് ടെൻഷനിലും പരിഭ്രമത്തിലും അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും തങ്കം. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരാൾ ശ്രീനിവാസിനെ കുത്താൻ വരുമ്പോഴേക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ ആ ഗുണ്ടയുടെ മേത്തേക്ക് തന്നെ ശ്രീനിവാസിനറിയാതെ കുത്തി ഇറക്കേണ്ടി വരുവാണ്. പിന്നീട് മറ്റൊരാൾ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ മുമ്പിലേക്ക് ഒരു നാഗം വരുന്നുണ്ടാവും. അന്നേരം നാഗത്തിനെ കാണുന്നതും കുഞ്ഞിനോട് താഴെ വെച്ചിട്ട് അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഈ സമയം ബാക്കിയുണ്ടായിരുന്നവരുമായിട്ട് ശ്രീനിവാസ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ അവിടെ കിടക്കുന്നത് കാണുന്നതും ശ്രീനിവാസ് ഓടി വന്ന് കുഞ്ഞിനെടുത്ത് നേരെ തങ്കത്തിനടുക്കിലേക്ക് പോകുവാണ്. എന്നിട്ട് കുഞ്ഞിനെ ശാന്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുക. ശാന്തി, നീ കുഞ്ഞിനെ പിടിക്കുക, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ. അല്ല സാർ, ഞാൻ പറയുന്നത് കേൾക്ക്, അവരെൻ്റെ പിന്നാലെ തന്നെയുണ്ട്, നീ കുഞ്ഞിനെയും കൊണ്ട് പോ, ഞാൻ ഉറപ്പായും നിന്നെയും കുഞ്ഞിനെയും തേടി വരും, വേഗം ചെല്ല്, എൻ്റെ മോളെ നീ രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് ശാന്തി അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് കേട്ടോ. ഈ സമയം ശ്രീനിവാസ തിരികെ ചെന്ന് ആ ഗുണ്ടകളെല്ലാം തല്ലി ഒതുക്കുവാണ്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട് ശ്രീനിവാസ് കൃഷ്ണയോടും അവരോടുമൊക്കെ. എന്നിട്ട് ശ്രീനിവാസിന് പറയണേ, അങ്ങനെ വഴക്കിനും ബഹളത്തിനും ഇടയിൽ ഒരാൾ മരിച്ചിരുന്നു. അയാളുടെ മരണം നടന്ന് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസുകാർ അവിടെ എത്തി. കാരണം എന്നെ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നവർ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു.
അവിടെ നിന്ന് നേരെ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. സാക്ഷികളും തെളിവുകളും എല്ലാം എനിക്കെതിരായിരുന്നു. എൻ്റെ എതിരാളി ശക്തനായിരുന്നു. അതാരാണെന്ന് കണ്ടെത്താൻ എനിക്കിതുവരെ ആയിട്ടില്ല. പിന്നെ ജീവപര്യന്തം കഠിന തടവും കിട്ടി. ജയിലിലേക്ക് പോയി കുറച്ച് നാളിനുള്ളിൽ തന്നെ എനിക്ക് പരോള് കിട്ടിയായിരുന്നു. പരോള് കിട്ടിയ സമയത്ത് ഞാൻ നേരെ പോയത് എൻ്റെ ഭാര്യയുടെ കാണാനാണ്. അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ. എന്നാൽ എൻ്റെ മുഖം കാണുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നെ കാണുന്നതും ബഹളം വയ്ക്കുകയും പോലീസിനെ വിളിച്ചു വരുത്തി എന്നെ തിരികെ അയക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ശാന്തി എൻ്റെ കുഞ്ഞിനെ ഞാൻ പലതവണ അന്വേഷിച്ചു. കുറേ അലഞ്ഞു, പക്ഷെ കിട്ടിയില്ല. പിന്നീട് കുറച്ചധികം നാളുകൾക്ക് ശേഷം എനിക്ക് വീണ്ടും പരോള് കിട്ടി. അന്നാണ് ഞാൻ ചില ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അന്ന് ഞാൻ വീണ്ടും എൻ്റെ ഭാര്യയെ കാണാനായിട്ട് പോയി. അങ്ങനെ ആ സംഭവങ്ങൾ ഓർക്കുവാണ്ടോ ശ്രീനിവാസ്? ഈ സമയം അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നതും സിത്താര വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം ശ്രീനിവാസിനെ കാണുന്നതും സിത്താരക്ക് അങ്ങ് ദേഷ്യം വരുവാ. നിങ്ങളതിനെന്നെ കാണാൻ വരുന്നത്? ഈ കുറ്റവാളികളേക്ക് എല്ലാ കാലത്തും ജയിലിടാനായിട്ട് വല്ല മാർഗ്ഗങ്ങളുണ്ടായിരുന്നെങ്കിൽ പുറത്ത് ജീവിക്കുന്നവർക്ക് സമാധാനത്തോടെ ഇരിക്കായിരുന്നു. അന്നേരം ശ്രീനിവാസ് പറയണേ, സിത്താര, ഞാൻ നിന്നെ കാണാനല്ലേ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്നെ കാണാൻ നിങ്ങളാരാ? നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എല്ലാം അവസാനിപ്പിച്ചില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനൊക്കെ അവളുണ്ടല്ലോ, ആ ശാന്തി. അവളെ കണ്ടാൽ പോരെ? അവളുടെ അരികിലേക്ക് പോയാൽ പോരെ? എടോ സിത്താര, തൻ്റെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചില സംശയങ്ങളൊക്കെ കയറി കൂടിയിട്ടുണ്ട്. അതെല്ലാം മാറ്റാനാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. നിങ്ങൾ എന്നെ ഒന്നും പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കേണ്ട. ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണ്. അതിന് നിങ്ങൾ എത്ര അല്ലാന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാലും ശരി, അതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ ചതിച്ചു. ഇനി നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. നിങ്ങളിനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും അവളുണ്ടല്ലോ, ആ ശാന്തി, അവളുടെ അരികിലേക്ക് പോയാൽ മതി. അവൾക്കൊപ്പം ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ദേവി, ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തടസ്സമായിട്ട് വരരുത്. ഈ സമയത്തായിരിക്കോട്ടോ കുട്ടിക്കാതെ അങ്ങോട്ടേക്ക് മമ്മീന്ന് വിളിച്ച് വരുന്നത്. മമ്മി. അങ്ങനെ ആ കുട്ടിയെ കാണുന്നതും ശ്രീനിവാസ് ഞെട്ടലോട് കൂടി ആ കുട്ടിയെ നോക്കുന്നുണ്ട്. ഈ സമയം സിത്താര പറയണേ, മോളെ ഗാതെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോൾ അകത്തേക്ക് ചെല്ല്, മമ്മി ഇപ്പോൾ വരാം. അകത്തേക്ക് ചെല്ലും മോളെ എന്ന് പറഞ്ഞ് ഞാൻ ഗാദേനെ അകത്തേക്ക് പറഞ്ഞു വിടുവാ. ഈ സമയം ശ്രീനിവാസ് ചോദിക്കണേ, അല്ല അതേതാ കുട്ടി? അതാരുടെ കുട്ടിയാ? ഇതൊക്കെ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. ഇനി മേലാ നിങ്ങളെന്നെ കാണാൻ വന്നേക്കരുത്. അങ്ങനെ പറഞ്ഞ് സിത്താരയും അകത്ത് കയറി വാതിലടക്കുവാണ്ടോ. ഈ സമയം കുട്ടിക്കാതെ ചോദിക്കണേ, മമ്മി ആരാ അത്? മോളെ, മമ്മി പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും ഇതുവരെ ഇറങ്ങി നടക്കരുതെന്ന്? കുറ്റവും കൊലപാതകമൊക്കെ ചെയ്യുന്ന കുറേ ക്രിമിനൽസൊക്കെയാണ് പുറത്തുള്ളത്. ഈ സമയം ഗാഥ ചോദിക്കുന്നുണ്ട്, മമ്മി ഡാഡി എപ്പോഴാണ് വരിക? ഡാഡി വരും മോളെ. അങ്ങനെ ഈ സംസാരമൊക്കെ പുറത്തു നിന്ന് ശ്രീനിവാസ് കേൾക്കുന്നുണ്ടായിരിക്കും. അന്നേരം ശ്രീനിവാസ് വിചാരിക്കുക, സിത്താര തന്നെ മറന്ന് മറ്റൊരാളെ വിവാഹം ചെയ്ത് അയാളും കുട്ടിയുമായിട്ടൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെന്ന് വിചാരിച്ച് ശ്രീനിവാസ് അവിടെ നിന്നും തിരിച്ചു പോരുവാണ്ടോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും കൃഷ്ണക്കാർക്ക് സങ്കടമാകുക. അനിയൻ സാറിൻ്റെ കഥ പലരും പറഞ്ഞ് കുറച്ചൊക്കെ എനിക്കറിയാം. എന്നാലും അതിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തൊക്കെയാണ് സാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എത്രയൊക്കെ നഷ്ടങ്ങളാണ് പാവ സാറിന് വന്നത്? ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുക. അന്നേരം മോളിക്കുട്ടി ചോദിക്കണേ, അല്ല സാറ് കുഞ്ഞിനെ ഏൽപ്പിച്ച ആ ശാന്തി എന്ന് പറഞ്ഞ സ്ത്രീ, അവർ ഇനി സാറിനെ ചതിച്ച് കടന്നു കളഞ്ഞതാണോ? അതുകൊണ്ടാണോ ഇത്തരം നാൾ അന്വേഷിച്ചിട്ടും അവരെ കണ്ടെത്താൻ പറ്റാതിരുന്നത്? അവർ മനഃപൂർവ്വം സാറിൻ്റെ മുമ്പിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നതാണെങ്കിലോ? ഏയ്, നിങ്ങൾക്ക് ശാന്തി അറിയാഞ്ഞിട്ടാ. ദൈവം ചതിച്ചാൽ പോലും ശാന്തി എന്നെ ചതിക്കില്ല. ആ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാനെന്താണെങ്കിലും കാറിലേക്കൊന്ന് ചെല്ലട്ടെ, കുറച്ചു നേരം കാറിലൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. എൻ്റെ കഥ പറഞ്ഞ് തളർന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ, കുറച്ച് സമയം ഒന്ന് മൈൻഡ് റിഫ്രഷ് ആകാൻ. അങ്ങനെ പറഞ്ഞ ശ്രീനിവാസ കാറിൻ്റെ അരികിലേക്ക് പോകുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അകത്തുനിന്ന് മോളെന്നും പറഞ്ഞുള്ള തങ്കത്തിൻ്റെ നിലവിളി കേൾക്കുവാണ്. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ടിട്ട് കൃഷ്ണൻ മോളിക്കുട്ടിയും എല്ലാവരും കൂടി അകത്തേക്ക് ഓടി വരുക. അന്നേരം കാണുന്നത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തലറിഞ്ഞ് വീണ് കിടക്കുന്ന ആ തങ്കത്തിനെയാണ്. അങ്ങനെ കൃഷ്ണനും ഗോപാലനും എല്ലാവരും കൂടി ചേർന്ന് തങ്കത്തെ പിടിച്ച് കസേരയിലിരുത്തുക. അമ്മേ, എന്താ പറ്റിയത്? അമ്മ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? മോളെ, അത് അനിയൻ സാർ പറഞ്ഞതെല്ലാം അമ്മ കേട്ടായിരുന്നോ? കേട്ടു. മാറിക്കേ എന്നും പറഞ്ഞ് തങ്കം വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം കാറിൽ നിന്ന് ശ്രീനിവാസും ഇറങ്ങി അകത്തേക്ക് വരുമായിരിക്കും. അന്നേരം പെട്ടെന്നായിരിക്കും കേട്ടോ അവിടെ മുറ്റത്ത് നിൽക്കുന്ന തങ്കത്തിനെ കാണുന്നത്. അങ്ങനെ വിശ്വസിക്കാനാവാതെ ശ്രീനിവാസ് തങ്കത്തിൻ്റെ അരികിലേക്ക് എത്തുക. ശാന്തി, നീ ഇതെവിടെയായിരുന്നു? എവിടേക്ക് ഞാൻ നിന്നെ നോക്കി അലഞ്ഞു എന്നറിയോ? അവസാനം നീ എൻ്റെ കൺമുമ്പിൽ തന്നെ വന്നല്ലേ? അല്ല ശാന്തി, നീ എങ്ങനെയാ ഇവിടെ? ഈ സമയം കൃഷ്ണയും ഗോപാലനും സുനന്ദയും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുവാണ്ടോ. ഈ സമയം ശാന്തി പറയണേ, സാറ് ഇവരോടൊക്കെ പറഞ്ഞ കഥകളെല്ലാം ഞാൻ കേട്ടു. സാറ് എല്ലാം പറഞ്ഞു. പക്ഷേ സാറിൻ്റെ ഭാര്യയുടെ പേരെന്താണെന്ന് മാത്രം പറഞ്ഞില്ല. ആ പേര് പറഞ്ഞാലേ ഇവർക്ക് 4 പേർക്കും അറിയാം. സാർ ജീവന തുല്യം സ്നേഹിച്ച സാറിൻ്റെ ഭാര്യ സിത്താര മേഡം ആണെന്ന്. അത് കേൾക്കുന്നതും കൃഷ്ണയും ഗോപാലനും എല്ലാവരും അങ്ങ് ഞെട്ടുവാണ്ടോ. സിത്താര മേഡം ആണോ സാറിൻ്റെ ഭാര്യ? എന്നാൽ കൃഷ്ണ വിശ്വസിക്കാനാവാതെ ചോദിക്കുവാണ്. ഈ സമയം ഗോപാലൻ ചോദിക്കണേ, സാർ സിത്താര മേഡം സാറിൻ്റെ ഭാര്യയാണോ? അപ്പോൾ സാറിൻ്റെ പേര് ശ്രീനിവാസ് എന്നാണോ? ആ അതെ. അങ്ങനെ ആ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന
കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ കൃഷ്ണ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുവാണ്. തങ്കം കൃഷ്ണയെ ശ്രീനിവാസൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അന്ന് കുഞ്ഞായിരുന്നപ്പോൾ സാറിനെ ഏൽപ്പിച്ച സാറിൻ്റെ സ്വന്തം മോള് തന്നെയാണ് ഈ നിൽക്കുന്ന കൃഷ്ണയും. ഇത്രയും വർഷങ്ങളായി ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്, ഇവളെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഈ ദിവസത്തിന് വേണ്ടിയിട്ട്. അന്നേരം ശ്രീനിവാസനാണെങ്കിൽ ഒത്തിരി സന്തോഷമാകുവാണ്. കൃഷ്ണയെ അങ്ങനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണ്ടോ ശ്രീനിവാസ്. അന്നേരം കൃഷ്ണയെ തിരിച്ചറിയുവാണ് ശ്രീനിവാസാണ് തൻ്റെ അച്ഛനെന്നും സിത്താരയാണ് തൻ്റെ അമ്മയെന്നും. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ശ്രീനിവാസനും അവരെല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ്. ഈ സമയം ശ്രീനിവാസനെ തൊട്ടരികിൽ കൃഷ്ണയെ ഇരുത്തുവാണ്ടോ. അങ്ങനെ തൻ്റെ മോളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കൃഷ്ണയെ അരികിലിരുത്തുകയും കൃഷ്ണയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ അതെല്ലാം നോക്കി നിൽക്കുവാണ് തങ്കവും ഗോപാലനും മോളിക്കുട്ടി എല്ലാവരും. പിന്നീട് കാണിക്കുന്നത് ഗാഥയോടും സിത്താരയോടും തൻ്റെ ഒരു തീരുമാനം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന നവീനെയാണ്. ഈ സമയം സുമിത്രയും മുത്തശ്ശിയും എല്ലാവരും അവിടെ അരികിലുണ്ടാകും കേട്ടോ. അന്നേരം നവീൻ പറയണേ, മനസ്സ് നേരെയായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. എനിക്കുണ്ട് ഒരു മനസ്സും വിഷമങ്ങളൊക്കെ, അതും കൂടി ബാക്കിയുള്ളവർ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുവാണ്ടോ നവീൻ. നവീൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ തിരിച്ചൊന്നും പറയാനാവാതെ തലയെടുത്ത് നിൽക്കുവാണ് സിത്താരയും ഗാഥയും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്